വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ആസ്പദമാക്കി ക്രിസ്തു ജനനം എങ്ങനെ സർവ്വജനത്തിനും മഹാസന്തോഷമായി തീർന്നു എന്ന് കഴിഞ്ഞ 2 ദിനങ്ങളായി നാം കേട്ടുവരികയാണ്. പ്രധാനപ്പെട്ട 3-ാമത്തെ കാരണം നിങ്ങളോട് ഇന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം പങ്കുവയ്ക്കട്ടെ. ക്രിസ്തു ജനനം സർവ്വജനത്തിനും മഹാസന്തോഷമായി തീരുന്നതിന് 3-ാമത്തെ കാരണം അത് സകല ജനത്തിനും പ്രത്യാശയും സൗഖ്യവും നൽകുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് അഭിഷേകം ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ ഭാഗത്തെ കർത്താവ് ഗലീലയിലേക്ക് മടങ്ങി വരുമ്പോൾ നസ്രത്തിൽ വച്ച് പതിവ് പോലെ ദൈവാലയത്തിൽ ദൈവവചനം വായിക്കുവാനായി എഴുന്നേൽക്കുമ്പോൾ അത് നിവർത്തി വായിച്ച് അതിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 4 അതിന്റെ 18-19 വാക്യങ്ങളിൽ അവ രേഖപ്പെടുത്തുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ശാരീരികമായി മാനസികമായി നാം ആയിരിക്കുന്ന എല്ലാ ബലഹീനതകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കർത്താവ് കടന്നു വന്നു. കൂടാതെ അതിർവരമ്പുകൾക്കപ്പുറം മാറ്റി നിർത്തപ്പെട്ട അവസ്ഥകളിൽ നിന്ന് മാറോട് ചേർത്ത് പിടിക്കുവാൻ, ക്രിസ്തു സ്നേഹം അനുഭവിക്കുവാൻ, അത് നൽകുവാൻ ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വന്നു. അതുകൊണ്ട് നാം ഏത് രീതിയിലാണോ ബലഹീനത അനുഭവിക്കുന്നത്, അത് സൗഖ്യം ഇല്ലാതെയാകാം, മാറ്റി നിർത്തപ്പെട്ട പ്രതീക്ഷകൾ അസ്തമിച്ച അനുഭവങ്ങളിലൂടെ ആകാം, അവിടെയെല്ലാം ക്രിസ്തുയേശു നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്ന ബോധ്യവും വ്യക്തതയുമാണ് ക്രിസ്തു ജനനത്തിന് പ്രഘോഷിക്കപ്പെട്ട ക്രിസ്തു എന്ന മഹാസന്തോഷം. അതുകൊണ്ട് ഈ അരുമനാഥനോട് ചേർന്ന് നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയണം. ആ മഹാസന്തോഷം ഈ ലോകം തരുന്നതല്ല, ക്രിസ്തുയേശുവിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. കണ്ണുനീരിന്റെയോ മടുപ്പിന്റെയോ നിരാശയുടെയോ അവസ്ഥകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ മാത്രം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.